ഏതായാലും സലാറ് പൊളിച്ചടുക്കി. സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കട്ട വെയിറ്റിംഗ് ആണ്. ഓരോ ഡയലോഗിനും കൈയടിക്കാതെ ഒരു ഡയലോഗ് പോലും നമുക്കിതിൽ വെറുതെ ഇരുന്നിട്ട് കാണാൻ പറ്റില്ല. അത്രയും ഗംഭീരമായിരുന്നു. വയലൻസ് കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും, പക്ഷേ അതുമായിട്ട് നമുക്ക് വയലൻസ് അങ്ങനെയൊന്നും തോന്നില്ല. അത്രയും നല്ല രസമായിരുന്നു. അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ KGF ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ അതുപോലെ ഇല്ല അതൊന്നുമില്ല. KGF ശേഷം അത്രയും ത്രില്ലോട് കൂടി കണ്ടൊരു അതിഗംഭീരമായിട്ടുള്ള റോളാണ്. പാനിന്റെ ഹിറ്റ് അടിക്കും. തികച്ച ക്രിസ്മസ് ഒക്കെ ഇത് പൊളിച്ചെടുക്കുന്ന ഏത് സിനിമ വന്നാലും സലാറിന്റെ ഒപ്പം ഇനി എത്തും തോന്നുന്നില്ല. അത്രയും നൈസായിരുന്നു. അടിപൊളി പടമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട്. പൃഥ്വിരാജും എന്താണ് പ്രഭാസും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അടിപൊളി പടമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ഇട്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. പിന്നെ എന്താണ് ബാഹുബലിക്ക് ശേഷം വന്ന പ്രഭാസിന്റെ പടവും സലാർ നല്ല അടിപൊളി പടമാണ്. എല്ലാവരും കാണുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കിട്ടി. പ്രത്യേകിച്ച് ഈ സലാർ എന്ന് പറഞ്ഞ ചിത്രം പ്രഭാസും പൃഥ്വിരാജും കൂടെ ചേർന്നപ്പോൾ എങ്ങനെയാവും എന്നുള്ളതാണ് നമ്മൾ മലയാളി പ്രേക്ഷകർ നോക്കിക്കണ്ടത്. തീർച്ചയായിട്ടും ടീം വർക്കിൻ്റെ കാര്യത്തിൽ അവർ ആ ഒരു പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. അതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മെച്ചമാണ്. പ്രശാന്ത് നീലിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ തന്നെയായിരിക്കും സലാർ എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. കളക്ഷൻ 1000 ആണോ 1500 ആണോ 2000-ലേക്കാണോ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും നല്ല മികച്ച ഒരു മേക്കിംഗ് ആണ് പ്രശാന്ത് നീൽ നടത്തിയിരിക്കുന്നത്. എല്ലാ കഥാപാത്രങ്ങളും അവരുടെ റോള് ഭംഗിയാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കുടുംബസമേതം കാണാൻ പറ്റിയ ഒരു മികച്ച ചിത്രം തന്നെയാണ് സലാർ. BGM എല്ലാം വയലൻസിൻ്റെ ഇപ്പോൾ പറഞ്ഞ അത് ഈ ഒരു ഇങ്ങനത്തെ പടത്തിലൊക്കെ അങ്ങനെ ഉണ്ടാവും ചെറിയ രീതിയിൽ. നമ്മൾ സിനിമയായി മാത്രം കാണുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നാള് വെയിറ്റ് ചെയ്ത് ഡേറ്റ് മാറ്റി അവസാനം ആണ് സലാർ വന്നത്. ഭയങ്കര സന്തോഷമുണ്ട് മൂവി കണ്ടിട്ട്. രാജുവിനെ കുറേ നാളായല്ലോ നമ്മളിപ്പോൾ മലയാള മൂവിയിൽ കണ്ടിട്ട്. ഇന്നലെ ചേട്ടൻ കത്തിച്ച് വെച്ച ഒരു തീ, ലാൽ സാർ കത്തിച്ച് വെച്ച ഒരു തീ ഞാൻ ഏറ്റെടുക്കുന്നതായിട്ടാണ് കണ്ടത്. ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ക്ലൈമാക്സിലാകുമ്പോഴത്തേക്കൊരു ഒരു നല്ലൊരു രണ്ടുപേരും കൂടി ഒരു കമ്പാരിസണോടെ കാണാൻ പറ്റും. സെക്കൻഡ് പാർട്ടിനായിട്ട് വെയിറ്റിംഗ്. സെക്കൻഡ് പാർട്ടിൽ അറിയാം നമുക്ക് കൂടുതൽ. എന്തായാലും തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവിയാണ് ഇത്. OTTക്ക് വേണ്ടി നോക്കിയിരിക്കരുത്. തിയേറ്ററിൽ തന്നെ എല്ലാവരും സൗണ്ട് എഫക്ട്സ് ഒക്കെ ഗംഭീരോ. BGM, സൗണ്ട് എഫക്ട്സ്, ഡയറക്ഷൻ ഒന്നും പറയാലോ. അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും ഒക്കത്തില്ല. ടോപ്പ് നോച്ച് മേക്കിംഗ് ആണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണും. ഓഫ് കോഴ്സ് ഇന്നലെയും തിയേറ്ററിൽ ആളില്ല എന്നുള്ളൊരു കേടിപ്പോൾ മാറുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച മുന്നേയൊക്കെ തിയേറ്ററിലൊന്നും ഒരു ആൾക്കാർ പോലും ഇല്ല. ഇപ്പം ക്രിസ്മസ് എന്തായാലും ചേട്ടനും അനിയനോട് ഏറ്റെടുത്ത് എന്ന് വേണേ ഉറപ്പായിട്ട് നേരും ഇതും പോകുമ്പോൾ ഫുള്ളായിരിക്കും. എന്തായാലും ഒരു മാസത്തേക്ക് ഓഫ് കോഴ്സ്. BGM ഒക്കെ കിട്ടില്ലെന്ന് തന്നെ. BGM അതേപോലെ ആക്ഷൻ സീക്വൻസ് ഒക്കെ നല്ല രസമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് ആകുമ്പോൾ ഫൈറ്റും കാര്യങ്ങളാണ്. അത് കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നുന്നു.